ഈ ഏത് സമയം കളിയും ചിരി മാത്രമൊക്കെ ഉള്ളൂ, വർക്കൊന്നുമില്ലേ? അല്ല സർ, നമ്മൾ ന്യൂ പ്രോജക്റ്റിന്റെ കാര്യം സംസാരിക്കുമായിരുന്നു. പ്രോജക്റ്റിനകത്ത് തമാശ വല്ല എഴുതി വെച്ചിട്ടുണ്ടോ എപ്പോഴും ചിരിക്കാൻ? ടോമേ, ടോമല്ലേ പുതിയ നമ്മുടെ പഴയ പ്രോജക്റ്റിന് ടി എല്ലായിരുന്നു? അത് സാറിന് അറിയത്തില്ലേ? അറിയാം, ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല അതെ ഞാനായിരുന്നു. അതായത് ഈ ടോമ പ്രോജക്റ്റിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. താങ്ക് യു സർ. പറഞ്ഞല്ലോ അത്. എന്താ? ഒന്നുമില്ല സാർ. ടോം അന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നില്ലേ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനും എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യാനൊക്കെ? അത് നമ്മൾ ഈ പ്രോജക്റ്റ് സമയത്തിന് സബ്മിറ്റ് ചെയ്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ടോമിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ പുതിയ പ്രോജക്റ്റില്ലേ, അതിൽ ടോമിന് പകരമായിട്ട് അമയെ ഞാൻ ടി എല്ലാക്കിയിട്ടുണ്ട്. അതെങ്ങനെ ശരിയാകും സാർ? എന്താ സി? അല്ല, ടോമല്ലേ പഴയത് ചെയ്തത്, അപ്പം പുതിയത് ചെയ്യുന്നതും ടോം തന്നെ ആയിരിക്കും, അതല്ലേ നല്ലത്? ആ ചേഞ്ച് ഞാൻ വരുത്തിയെന്നാണ് പറഞ്ഞത്, അല്ലാതെ ഞാൻ. ശ്രീനി സാർ സമ്മതിച്ചോ? ശ്രീനി സാർ സമ്മതിച്ചായിരുന്നോ? ശ്രീനി സാർ സമ്മതിച്ച് കാണും. സമ്മതിക്കാതെ എനിക്കിങ്ങനെ എടുക്കാൻ പറ്റുമോ? ഹെഡ് ഓഫീസിൽ നിന്നല്ലേ ഇതൊക്കെ തീരുമാനിക്കുന്നത്. അല്ല സാർ, ടോം ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നു. ആർക്ക് കംഫർട്ടബിൾ? ജെസ്സിക്കോ? എനിക്കല്ല, എല്ലാവർക്കും. ജെസ്സി എല്ലാവരുടെയും കാര്യം പറയണ്ട, സ്വന്തം കാര്യം പറഞ്ഞാൽ മതി. എങ്കിലും ഒരു ഓഫീസ് നമ്മൾ പൊതുവെ സംസാരിക്കുന്നതല്ലേ? ആണോ? എന്നാലും തീരുമാനം എടുക്കുന്നത് നമ്മൾ ബോസിനെ എടുത്താൽ മതി. ബോസിന്റെ തീരുമാനം കറക്റ്റ് ആണ്, കറക്റ്റ് ആയിരിക്കും. അതാണ്. അല്ല, ജെസ്സിക്ക് അമ്മയുടെ അണ്ടറിൽ വർക്ക് ചെയ്യാനെന്തെങ്കിലും ബുദ്ധിമുട്ടോ? ടോമിന് എങ്ങനെ അറിയാം? അല്ല, ടീമിലുള്ളതല്ലേ, സ്റ്റാഫ് ആണല്ലോ. ശരിയാ, അറിയാമായിരിക്കുമല്ലോ. അല്ല, ഇനി ജെസ്സിക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഹെഡ് ഓഫീസിൽ അറിയിക്കാം. എന്നിട്ട് ടീമിൽ നിന്ന് ജെസ്സിയെ മാറ്റാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ടീം മൊത്തത്തിൽ അങ്ങ് ഡിസോൾവ് ചെയ്തിട്ട് പുതിയ ടീം ഫോം ചെയ്യാം. അങ്ങനെയാണെങ്കിലോ? വേണ്ട സാർ. ഓക്കെ അല്ലേ? കുഴപ്പമില്ല. ഓക്കെ ആണല്ലോ. അതാണ്.